ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇൻഷോട്ട് എന്ന് പറയുന്ന ഒരു വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ്റെ ഒരു ഫുൾ ട്യൂട്ടോറിയൽ വീഡിയോ ആണിത്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയുന്നില്ല, നേരെ വീട്ടങ്ങ് പോയേക്കാം. ഇൻഷോട്ട് ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കി വരുമ്പം ഇങ്ങനൊരു ഹോം പേജിലോട്ടായിരിക്കും പോവാം. വീഡിയോസാണ് എഡിറ്റ് ചെയ്യേണ്ടതെങ്കിൽ വീഡിയോസ് എന്നുള്ള ആ ഒരു ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് വീഡിയോസുകൾ ഓരോ കട്ടായിട്ടുള്ള വീഡിയോസ് ആണെങ്കിൽ ഓരോന്നോരോന്നായിട്ട് സെലക്ട് ചെയ്യാം. വേണ്ട വീഡിയോസുകളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്തിട്ട് താഴത്തെ ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനിലോട്ട് പോകും. ഇവിടെ നമുക്ക് വീഡിയോയുടെ താഴെയായിട്ട് ഒരുപാട് എഡിറ്റിംഗ് ടൂൾസുകൾ കിട്ടുന്നുണ്ട്. ഫസ്റ്റത്തെ ഓപ്ഷൻ ക്യാൻവാസ് എന്നുള്ള ഓപ്ഷനാണ്. അത് സെലക്ട് ചെയ്തിട്ട് നമ്മുടെ വീഡിയോയുടെ സൈസും കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റാം. ഇപ്പം ഇൻസ്റ്റഗ്രാം മോഡ്, അതുകൊണ്ടൊക്കെ തന്നെ യൂട്യൂബ്, ടിക്ടോക്ക്, അതുകൊണ്ടൊക്കെയുള്ള ഫ്രെയിമൊക്കെ കിട്ടുന്നുണ്ട്. നമുക്കിപ്പം പല രീതിയിലുള്ള ക്യാൻവാസ് നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ യൂട്യൂബ് സെലക്ട് ചെയ്യുകയാണ്. നമുക്ക് സൂമും കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും. പിന്നീടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് മ്യൂസിക്കാണ്. ഈ ഒരു മ്യൂസിക്ക് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ട്രാക്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ആപ്ലിക്കേഷനിൽ നിന്ന് നമുക്ക് ഒരുപാട് മ്യൂസിക്കുകൾ കിട്ടുന്നുണ്ട്. അതൊക്കെ നമുക്ക് നെറ്റ് വഴി ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് വീഡിയോയ്ക്കകത്ത് ആഡ് ചെയ്യാം. അല്ലാതെ ഇനി മൈ മ്യൂസിക് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗാലറിയിൽ നിന്നുള്ള മ്യൂസിക്കുകൾ നമുക്ക് എടുക്കാവുന്നതായിരിക്കും. നമുക്ക് നമ്മുടെ മ്യൂസിക് സെലക്ട് ചെയ്യുമ്പോൾ നമുക്കത് എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. നമുക്ക് വേണ്ട ഭാഗം മാത്രമായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ സാധിക്കും. ഇപ്പോൾ നമുക്കൊരു പാട്ടിൻ്റെ പകുതി മുതൽ മതിയെങ്കിൽ ആ പാട്ടിൻ്റെ പകുതി മുതൽ വരെ നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ട് അത് മാത്രമായിട്ട് നമുക്ക് ആഡ് ചെയ്ത് എടുക്കാൻ സാധിക്കും. പിന്നീട് നമുക്ക് തരായിട്ട് വോളിയം കൂട്ടാനും കുറയ്ക്കാനുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. അത് നമുക്കവിടെ വോളിയം കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് എഫക്റ്റ് എന്നുള്ള ഓപ്ഷനാണ്. എഫക്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കിപ്പോൾ റിയാക്ഷൻ വീഡിയോസൊക്കെയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ടൊക്കെ നല്ല രീതിയിലുള്ള എഫക്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. സൗണ്ടുള്ള അതൊക്കെ നമുക്ക് ആഡ് ചെയ്ത് വെക്കാൻ സാധിക്കും. ഇതൊക്കെ നമുക്ക് നെറ്റ് വഴി ഡൗൺലോഡ് ചെയ്യണം. അടുത്തതെന്ന് പറയുന്നത് റെക്കോർഡിംഗ് ആണ്. നമ്മുടെ വോയിസ് റെക്കോർഡിംഗ് ചെയ്യാൻ സാധിക്കും. നല്ല ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് വോയിസ് റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. അടുത്ത ഓപ്ഷനിലോട്ട് പോകാം. അടുത്ത ഓപ്ഷൻ സ്റ്റിക്കർ എന്ന് പറയുന്നൊരു ഓപ്ഷനാണ്. ഇപ്പോൾ നമുക്ക് സ്റ്റിക്കർ എന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് സ്റ്റിക്കറുകൾ കിട്ടുന്നുണ്ട് ഈ ഒരു ആപ്ലിക്കേഷനിൽ നിന്നും. ഇപ്പോൾ നിങ്ങൾക്ക് ഗാലറിയിൽ നിന്നും നിങ്ങളുടെ ഗാലറിയിൽ നിന്നുള്ള ഫോട്ടോസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വീഡിയോയ്ക്കകത്ത് ആഡ് ചെയ്യാം. അല്ലാതെ നമുക്ക് നെറ്റ് വഴി നമുക്ക് അഡീഷണൽ സ്റ്റിക്കറുകൾ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അതിപ്പം ലൈക്ക് ചെയ്തുകൊണ്ടൊക്കെ തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ അതുകൊണ്ടൊക്കെയുള്ള സ്റ്റിക്കറുകളൊക്കെ കിട്ടും. അതൊക്കെ നമുക്ക് നെറ്റ് വഴി ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മുടെ വീഡിയോയ്ക്കകത്ത് ആഡ് ചെയ്യാം. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ നിന്നൊരു സ്റ്റിക്കർ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുകയാണ്. നമുക്ക് ആ ഒരു സ്റ്റിക്കർ വീഡിയോയുടെ എവിടെയാണ് കൊണ്ടുപോകേണ്ടതെന്നൊക്കെ ചെയ്യാം. നമുക്ക് ആ സ്റ്റിക്കറിന് ട്രാൻസാക്ഷനൊക്കെ കൊടുക്കാൻ സാധിക്കും. ഇപ്പോൾ നമുക്ക് സ്റ്റിക്കർ വീഡിയോയുടെ എവിടെ മുതലാണ് നമുക്ക് വേണ്ടത്, അല്ലെങ്കിൽ വീഡിയോയ്ക്കകത്ത് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ഭാഗത്താണ് വേണ്ടതെങ്കിൽ ആ ഒരു വീഡിയോ ഭാഗത്തോട്ട് നമുക്ക് കൊണ്ടുവയ്ക്കുകയൊക്കെ ചെയ്യാൻ സാധിക്കും. നമുക്കിനി അടുത്ത ഒരു ഓപ്ഷനിലോട്ട് നോക്കാം. അടുത്ത ഓപ്ഷൻ ടെസ്റ്റാണ്. നമുക്കിപ്പം വീഡിയോയ്ക്കകത്ത് ടെസ്റ്റുകൾ ആഡ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ എൻ്റെ ചാനലിൻ്റെ നെയിം ജസ്റ്റ് ടൈപ്പ് ചെയ്യുകയാണ്. നമുക്ക് ഈ ടെസ്റ്റിൻ്റെ കളറും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അല്ലാതെ എഡിറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഫോണ്ട് മാറ്റാൻ സാധിക്കും. നമുക്ക് ഒരുപാട് ഫോണ്ടുകൾ കിട്ടുന്നുണ്ട്. ഈ ഒരു ആപ്ലിക്കേഷൻ വഴി നമുക്ക് അല്ലാതെ ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതിപ്പോൾ നമുക്ക് നെറ്റ് ഉണ്ടെങ്കിൽ അതുവഴി നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് അഡീഷണൽ ഫോണ്ടുകൾ ഇതിനകത്ത് കയറ്റാം. അല്ലാതെ നിങ്ങൾക്ക് ഇനി ക്രോമിനകത്ത് നിന്നൊക്കെ ഏതെങ്കിലും ഫോണ്ടൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് ഈ ആപ്ലിക്കേഷനോട്ട് ആഡ് ചെയ്യാൻ സാധിക്കും. പിന്നീട് നമുക്ക് ഈ ടെസ്റ്റിനകത്ത് ട്രാൻസാക്ഷൻ കിട്ടുന്നുണ്ട്. നല്ല അടിപൊളി ട്രാൻസാക്ഷനൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അതൊക്കെ നമുക്ക് വേണമെങ്കിൽ ടെസ്റ്റിനകത്ത് കൊടുക്കാൻ സാധിക്കും. ഓക്കെ, അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് എഫക്റ്റ് എന്നുള്ള ഓപ്ഷനാണ്. എഫക്റ്റ് സെലക്ട് ചെയ്തിട്ട് നമ്മുടെ വീഡിയോയ്ക്ക് കളർ ഗ്രേഡിങ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും. ഓക്കെ, നമുക്ക് ഈ ക്ലിച്ച് പോണൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോയ്ക്കകത്ത് ആഡ് ചെയ്യാൻ സാധിക്കും. അടുത്ത ഓപ്ഷന് അഡ്ജസ്റ്റ് എന്നുള്ള ഒരു ഓപ്ഷനാണ്. നമുക്ക് ബ്രൈറ്റ്നെസ്സും അതുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മുടെ വീഡിയോയുടെ കളർ കുറയ്ക്കാനും കൂട്ടാനും സാച്ചുറേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് കളറും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷനാണത്. ഓക്കെ, അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് വീഡിയോ കട്ട് ചെയ്യാനും സ്പ്ലിറ്റ് ചെയ്യാനുള്ളൊക്കെ ഓപ്ഷനാണ്. നമുക്ക് ഈ ഒരു വീഡിയോയുടെ ട്രിം ചെയ്യാൻ പറ്റും. നമുക്ക് വേണ്ട ഭാഗമായിട്ട് ട്രിം ചെയ്തെടുക്കാം. അല്ലാതെ നമുക്ക് വീഡിയോയുടെ പകുതി ഭാഗം വെച്ച് കട്ട് ചെയ്യാം. അതുകൊണ്ട് തന്നെ സ്പ്ലിറ്റും അതുകൊണ്ടൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് ആ കാര്യങ്ങളിലൊക്കെ ചെയ്യാവുന്നതായിരിക്കും.
അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ബാക്ക്ഗ്രൗണ്ടാണ്. നമുക്കിപ്പം നമ്മുടെ ഈ വീഡിയോയുടെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ബ്ലറിങ് കാര്യങ്ങളൊക്കെ ചെയ്യാം. അങ്ങനെയല്ല, നമുക്ക് ഈ ഫ്രെയിം പോണൊക്കെ ബ്ലർ ചെയ്യാൻ സാധിക്കും. ഇപ്പം നമുക്ക് ഈ ഫോൺ സ്ക്രീൻ റെക്കോർഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ടൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്ത് വെക്കാം. നിങ്ങൾക്ക് ഇവിടെ എൻ്റെ സ്ക്രീനിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കാണാം. അതുപോലെയൊക്കെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നമുക്ക് ഗാലറിയിൽ നിന്ന് ഫോട്ടോ അങ്ങനെ ആഡ് ചെയ്യാം. അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ഒരു സ്പീഡ് ഓപ്ഷനാണ്. നമുക്ക് വീഡിയോ സ്പീഡ് കുറയ്ക്കുകയും കൂട്ടുകയൊക്കെ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നമ്മളൊരു വീഡിയോ സ്പീഡ് കൂട്ടുകയാണ്. പിന്നീട് നമ്മൾ ഈ ഒരു വീഡിയോയുടെയൊക്കെ ഇടയ്ക്ക് നമ്മൾ കട്ട് ചെയ്യുമല്ലോ, കട്ട് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഈ ട്രാൻസാക്ഷൻ കൊടുക്കാൻ സാധിക്കും. 2 വീഡിയോയുടെ ഇടയ്ക്കായിട്ട് ട്രാൻസാക്ഷൻ കൊടുക്കാം. അതിനായിട്ട് നമുക്ക് അവിടെ ഒരു വീഡിയോയുടെ ഇടയ്ക്കായിട്ടൊരു വെള്ള കളർ ഒരു ഐക്കൺ നിങ്ങൾക്ക് അവിടെ വരും. ആ ഒരു വെള്ള ഐക്കണിലോട്ട് ജസ്റ്റ് ഒന്ന് ഞെക്കി പിടിക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രാൻസാക്ഷൻ കിട്ടും. ഇപ്പോൾ നമുക്ക് ഓരോ വീഡിയോയുടെയും അടുത്തടുത്ത വീഡിയോയിലോട്ട് പോകുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് പല രീതിയിലുള്ള ട്രാൻസാക്ഷനും കാര്യങ്ങളൊക്കെ കൊടുക്കാം. നമുക്കിനി അഡീഷണൽ ട്രാൻസാക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. നെറ്റ് വഴി ഡൗൺലോഡ് ചെയ്തിട്ട് അഡീഷണൽ ട്രാൻസാക്ഷനൊക്കെ നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, പിന്നെ അടുത്ത ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ മുമ്പേ കാണിച്ച കണക്ക് തന്നെ ക്രോപ്പിംഗ് ഓപ്ഷനാണ്. പിന്നീട് നമുക്ക് വോളിയം കുറയ്ക്കാം. അപ്പോൾ നമ്മുടെ ഒറിജിനൽ വീഡിയോയുടെ സൗണ്ട് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പിന്നീട് നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ലെയർ എന്നുള്ള ഓപ്ഷനാണ് അടുത്തത്. ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ലെയർ തന്നെ ഒന്നുകൂടെ വേണമെന്നുണ്ടെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ലെയർ സെലക്ട് ചെയ്തിട്ട് നമുക്കത് 2 ലെയർ ഒന്ന് തന്നെ 2 രീതിയിൽ നമുക്ക് ആക്കാൻ സാധിക്കും. പിന്നീട് ക്രോപ്പിംഗ് കാര്യങ്ങളുള്ളൊരു ടൂളാണ് അടുത്തതെന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഫ്ലിപ്പ് ഓപ്ഷൻ കിട്ടുന്നുണ്ട്. നമുക്ക് ഇനി ഫ്ലിപ്പ് രീതിയിൽ ചെയ്യാൻ സാധിക്കും. അടുത്ത ഓപ്ഷൻ ഫ്രീസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ്. ഫ്രീസ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾക്കൊരു വീഡിയോയുടെ ഏതെങ്കിലും ഒരു ഭാഗം നമുക്ക് സ്റ്റക്കാക്കി നിർത്താൻ സാധിക്കും. നമുക്കങ്ങനെ ഫ്രീസ് ഓപ്ഷൻ ജസ്റ്റ് ചെക്കിയിട്ട് നമുക്ക് ഏതെങ്കിലും ഭാഗം സ്റ്റക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ സ്റ്റക്ക് ചെയ്യാൻ സാധിക്കും. ഇതൊക്കെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് വീഡിയോസൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ എഡിറ്റ് ചെയ്യാനും അതുകൊണ്ട് തന്നെ ഇതുപോലെ സേവ് ചെയ്തെടുക്കാനും നമ്മുടെ ഗാലറിയോട്ട് സേവ് ചെയ്യാനും സാധിക്കും. നല്ല ക്വാളിറ്റി തന്നെ വളരെ സിമ്പിളായിട്ട് വീഡിയോസ് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇൻഷോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ എഡിറ്റ് ചെയ്ത് കാണിച്ചിരുന്നൊരു വീഡിയോ ആണിത്.